സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പൂയം നക്ഷത്രത്തിന്റെ മെയ് 2025 മാസത്തെ ടാരോട്ട് റീഡിംഗിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ വീഡിയോ റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റിസണേറ്റ് ആയി കൊള്ളണമെന്നില്ല. ആദ്യത്തെ കാർഡ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വാൻഡ്സ്, ദ ഡെവിൾ, ദ സ്ട്രെങ്ത്, ദ വേൾഡ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. ഈ മാസം ഒരു പുതിയ എനർജിയുടെ മാസമാണ്. പുതിയ ഐഡിയാസ്, അവസരങ്ങൾ, പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ, നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഒക്കെ നിങ്ങളെ തേടി വരും. അത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു അവസരം. ചിലപ്പോൾ അത് കുറച്ച് റിസ്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ അത് സ്വീകരിക്കാനാണ് പേജ് ഓഫ് വാൻഡ്സ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ അടുത്ത് വന്നിരിക്കുന്ന ഇത് ഡെവിൾ എന്ന് പറഞ്ഞ കാർഡ്. ഇതൊരു നെഗറ്റീവ് കാർഡാണ്. ഈ കാർഡ് വരുമ്പോൾ നിങ്ങൾ അനാരോഗ്യകരമായ ബന്ധങ്ങൾ, പ്രലോഭനങ്ങൾ, ദുശീലങ്ങൾ ഇതൊക്കെ നിങ്ങളെ പുറകിൽ നിന്ന് വലിക്കാൻ അനുവദിക്കരുത്. ഇതൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഓവർ തിങ്കിങ് ആവാം, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആവാം, പേടി കൊണ്ടുള്ള ചില തീരുമാനങ്ങളാവാം. ഇതിൽ നിന്നെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാനാണ് ഡെവിൾ കാർഡ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആന്തരികമായിട്ട് ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ നിങ്ങൾ ആന്തരികമായി ഒരു നല്ല ശക്തിയുള്ള വ്യക്തിയാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പവർ നിങ്ങൾ ഊഹിക്കുന്നതിന് അപ്പുറമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാനൊക്കെയുള്ള ഒരു ശക്തി നൽകും. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാണ് സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ അടുത്ത് വന്നിരിക്കുന്ന ദ വേൾഡ് എന്ന കാർഡ്. ഇതൊരു പൂർണ്ണതയുടെയും വിജയത്തിന്റെയും ഒക്കെ ഒരു ചിഹ്നമായിട്ടുള്ള ഒരു കാർഡാണ്. എക്സാം ഒക്കെ എഴുതിയിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് എക്സാമിൽ നല്ലൊരു പ്രതീക്ഷിച്ച വിജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ ജോലി ലഭിക്കാൻ, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത ഒക്കെ ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നീട് വരുന്ന നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡ്, അതൊരു റൊമാൻസിനെയും പ്രണയത്തെയും ഒക്കെ അങ്ങനെയുള്ളൊരു കാര്യങ്ങളെ പ്രണയപരമായ സന്ദേശങ്ങൾ, അങ്ങനെയുള്ളൊരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു പ്രൊപ്പോസൽ, ഒരു പ്രണയം, ബാച്ചിലർ ലൈഫായിട്ടുള്ളവർക്ക് അവരുടെ സോൾമേറ്റിനെ കണ്ടെത്താനുള്ള ഒരു അവസരം ഒക്കെ ഈ ഒരു മാസം ഉണ്ടാവും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതം വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് ഈ സ്ട്രെങ്ത് കാർഡും നൈറ്റ് ഓഫ് കപ്സ് കാർഡും ഒരുമിച്ച് വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ വിവാഹമൊക്കെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു വിവാഹ ജീവിതം ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ കാർഡ് റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, റിസോണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.